ഹായ് ഫ്രണ്ട്സ്, മലബാർ വ്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാടൻ കോഴി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. മലബാർ വ്യൂസ് വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, കാർഷിക, ഫാമിംഗ് സംബന്ധമായ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന വ്യത്യസ്തപരമായ ഒരുപാട് വ്യത്യസ്തതയിലൂന്നിയ ഒരു ചാനലാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ചാനലിൻ്റെ ഇനിയിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. നാടൻ കോഴി വളർത്തൽ ഇന്ന് ഏവർക്കും സുപരിചിതവും ഏവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ നല്ല രീതിയിൽ ലാഭം തരുന്നതുമായ ഒരു ഫാമിംഗ് ആണ്. എന്നാൽ ഈ ഫാമിങ്ങിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലാഭത്തിന് പകരം ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി തരിക. അത്തരത്തിലുള്ള ചില ടിപ്സുകൾ മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോടുമായി ഞാൻ പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് നാടൻ കോഴി വളർത്തുമ്പോൾ നാം തിരഞ്ഞെടുക്കേണ്ട കൂടുകളെക്കുറിച്ചാണ്. നാടൻ കോഴി വളർത്തുന്നതിനുള്ള കൂടുകൾ വളരെ നല്ല രീതിയിൽ വെയിലും വെളിച്ചവും ലഭിക്കുന്ന രീതിയിലുള്ള കൂടുകളായിരിക്കണം. അതുപോലെ തന്നെ നല്ല വായുസഞ്ചാരവുമുള്ള കൂടുകൾ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ കോഴികൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. നല്ല ഇനം ബ്രീഡുകളായ കോഴികളെ തിരഞ്ഞെടുക്കുക. ഇത്തരത്തിലുള്ള കോഴികൾക്ക് നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നൽകുകയും വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ പറമ്പിലൊക്കെ അയച്ചുവിടാനുള്ള സൗകര്യങ്ങൾ നൽകുകയും വേണം. പറമ്പുകളിലും മറ്റും ചിക്കിച്ചിതറി ഭക്ഷണം കണ്ടെത്തുന്ന നാടൻ കോഴികൾക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് എല്ലായ്പ്പോഴും ശുദ്ധമായ വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. വെള്ളം നൽകുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളത്തിൽ പച്ചമഞ്ഞൾ ചതച്ചിട്ട് നൽകുകയും അതുപോലെ തന്നെ ആടലോടകം, വെളുത്തുള്ളി തുടങ്ങിയവയുടെ നീര്, അതുപോലെ തുളസിയുടെ നീര് എന്നിവ നൽകുകയും ചെയ്യുക. ഇത് കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും രോഗങ്ങൾ വരാതിരിക്കാൻ പരിധിവരെ സഹായിക്കുകയും ചെയ്യും. മുട്ട വിരിയിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ പൂവൻ ക്രോസ് ചെയ്ത മുട്ടകൾ മാത്രം എടുക്കുക. പൂവൻ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള മുട്ടകൾ മാത്രം തിരഞ്ഞെടുക്കുക. 6 ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള മുട്ടകൾ തിരഞ്ഞെടുക്കാതിരിക്കുക. കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നല്ല ഹാച്ചിങ് എഗ്ഗിന് വേണ്ടിയിട്ട് വിമറാൾ വെള്ളത്തിൽ ഒഴിച്ച് നൽകുക. അത് പുല്ലിൻ്റെ എക്സ്ട്രാക്റ്റാണ്. പുറത്തു പോകുന്ന കോഴികൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടാകില്ല. കൂട്ടിൽ അടച്ചിട്ടുള്ള വളർത്തുന്ന കോഴികൾക്ക് വിമറാൾ വെള്ളത്തിൽ നൽകുക. കോഴിക്കൂടും പരിസരവും നന്നായി വൃത്തിയായി സൂക്ഷിക്കുക. കോഴിക്കാഷ്ടത്തിൻ്റെ അമിതമായ സാന്നിധ്യം, കോഴിക്കാഷ്ടത്തിലുള്ള അമോണിയം ഗ്യാസിൻ്റെ സാന്നിധ്യം കോഴികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ മാസത്തിൽ അല്ലെങ്കിൽ 45 ദിവസം കൂടുമ്പോൾ കോഴികൾക്ക് വിരമരുന്ന് നൽകുക. കോഴിക്കുഞ്ഞുങ്ങൾ വളർച്ചയെത്തിയ ദിവസങ്ങളിൽ കോഴി വസന്തക്കുള്ള ലെസോട്ട വാക്സിൻ പോലത്തെ വാക്സിനുകൾ മൃഗഡോക്ടറുടെ സഹായത്തോടെ നൽകുക. അതുപോലെ തന്നെ വിരിയിക്കാൻ വെക്കുന്ന മുട്ടകൾ, വിരിയിക്കാൻ വെക്കുന്ന സ്ഥലങ്ങൾ നല്ല രീതിയിൽ ഇരുട്ടും കോഴികൾക്ക് എപ്പോഴും നല്ല സൗകര്യം ലഭിക്കുന്ന രീതിയിൽ മറ്റു കോഴികളുടെയോ മറ്റു ജന്തുക്കളുടെയോ ശല്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ, വളരെ ഇരുട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കോഴിയെ അടവെക്കുക. അടവെക്കുന്നതിന് വേണ്ടി നല്ല ഉമി അല്ലെങ്കിൽ പിന്നെ ലിറ്റർ, മരത്തിൻ്റെ പൂളുകളായ ലിറ്റർ എന്നിവ ഉപയോഗിക്കും. തുടങ്ങിയ ഇത്തരത്തിലുള്ള ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാടൻ കോഴി വളർത്തൽ നമുക്ക് വളരെ ലാഭമുള്ള ഒരു ബിസിനസ്സാക്കി മാറ്റാവുന്നതാണ്. വളരെയധികം പോഷകസമ്പുഷ്ടമായ ഇറച്ചിയും മാംസവും ഒക്കെ ലഭിക്കുന്ന ഒന്നാണ് നാടൻ കോഴിയും നാടൻ കോഴിയുടെ മുട്ടയും. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബൈ.